സോ ഇതാണ് ഡെല്ലിന്റെ ജി സീരീസിൽ പെടുന്ന ഡെൽ G155511 എന്ന ലാപ്ടോപ്പ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡെൽ G15ന്റെ അൺബോക്സിംഗും ഫസ്റ്റ് ലുക്ക് ഇംപ്രഷനുമാണ് നോക്കാൻ പോകുന്നത്. ഡെല്ലിന്റെ ജി സീരീസ് എന്ന് പറയുമ്പോൾ ഗെയിമിങ്ങിന് കൂടുതൽ പ്രിഫറൻസ് നൽകി ഡെല്ല് നിർമ്മിക്കുന്ന ലാപ്ടോപ്പാണ്. ഡെല്ലിന്റെ തന്നെ ഇൻസ്പ്രോൺ സീരീസിൽ വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ സക്സസർ ആയി 2018 ജി സീരീസ് ഡെല്ല് ലോഞ്ച് ചെയ്തത്. അതിൽ തന്നെ G5, G7 എന്ന മോഡൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ഡെല്ല് G15 എന്ന ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഡെല്ലിന്റെ തന്നെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഏലിയൻ വെയറിനോട് കിടപിടിക്കുന്ന പെർഫോമൻസ് നൽകുന്ന ലാപ്ടോപ്സും ഈ സീരീസിൽ കാണാൻ സാധിക്കും. G15 സീരീസിൽ തന്നെ ഒരുപാട് വേരിയൻസിലുള്ള ലാപ്ടോപ്സ് ഉണ്ട്. അത് മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൊസസേഴ്സിന്റെയും ഗ്രാഫിക്സ് കാർഡിന്റെയും ബേസിസിലാണ്. സോ അതൊക്കെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വരാം. അപ്പോൾ ഈ ലാപ്ടോപ്പിന്റെ ലുക്ക് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഫുൾ ബോഡി വരുന്നത് അലൂമിനിയം ഫിനിഷ് ഒന്നുമല്ല, പ്ലാസ്റ്റിക് ബോഡിയാണ്. ഫ്രണ്ടിൽ നമുക്ക് ഡെല്ലിന്റെ ലോഗോ വിത്ത് നൈസ് ടെക്സ്ചേഴ്സ് കാണാം. ബാക്കിലും സൈഡിലുമായിട്ട് എയർ എക്സോസ്റ്റ് വെന്റ്സും കീബോർഡ് ഏരിയയിലും താഴെയുമായിട്ട് എയർ ഇൻടേക്ക് വെന്റ്സും കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ താഴെ 2.5 വാട്ട് മാക്സിമം ഔട്ട്പുട്ട് നൽകുന്ന 2 ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് 2 2.0 USB പോർട്സും അതിൽ ഒന്നിൽ പവർ ഷെയറിംഗ് സപ്പോർട്ടും ബാക്ക് സൈഡിലായിട്ട് ഒരു 3.2 ടൈപ്പ് സി പോർട്ടും ഒരു ഹൈ സ്പീഡ് 3.2 USB പോർട്ട്, HDMI പോർട്ട്, പവർ ഇൻ പോർട്ടുമാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു RJ45 LAN പോർട്ടും ഹെഡ്ഫോൺ ജാക്കും പിന്നെ ഫ്രണ്ടിൽ ഒരു ഡീസന്റ് HD വെബ് ക്യാമും ആണ് നൽകിയിരിക്കുന്നത്. സോ ഈ ലാപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് 11th Gen Intel Core i5-11260H ആണ്. അതായത് 6 കോഴ്സും 12 ത്രെഡ്സും വരുന്ന പ്രൊസസർ ആണ്. കൂടാതെ NVIDIA GeForce RTX 3050 4GB ഗ്രാഫിക്സ് കാർഡ് വിത്ത് 95 വാട്ട്സ് TGP ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 8GB അല്ലെങ്കിൽ 16GB DDR4 3200 MHz വരുന്ന 2 RAM ഓപ്ഷൻസ് ആണ് ഈ മോഡലിനുള്ളത്. 512GB M.2 NVMe Gen 3 SSD സ്റ്റോറേജും അത് വേണമെങ്കിൽ ഭാവിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് RAM പോലെ തന്നെ സ്റ്റോറേജും ഡുവൽ ചാനലാണ്. പിന്നെ Wi-Fi 6, Bluetooth 5.0, ലേറ്റസ്റ്റ് MS Office for Lifetime പോലെയുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 Hz സപ്പോർട്ടുള്ള 15.6 ഇഞ്ച് 1920x1080p റെസൊല്യൂഷനോട് കൂടിയ WVA പാനലാണ്. അതിന് പവർ നൽകുന്നത് 56 വാട്ട് അവറിന്റെ ബിൽറ്റ് ഇൻ 3 സെൽ ബാറ്ററിയും 180 വാട്ടിന്റെ പവർ അഡാപ്റ്ററുമാണ് വരുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളമാണ് ഇതിന്റെ ബാറ്ററി ബാക്ക്. സോ ഇതിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ RTX 3050 ഗ്രാഫിക്സ് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് പെർഫോമൻസും നമുക്ക് ലഭിക്കും. എങ്കിലും ഡാവിൻസി പോലെയുള്ള ഹൈ പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ 8GB വേരിയൻസിൽ നമുക്ക് 1080p പോലും ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഒരു എഡിറ്റിംഗ് പർപ്പസിനായിട്ടാണ് ഈ ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ഇതിന്റെ 16GB RAM വേരിയന്റ് എടുക്കുകയോ അല്ലെങ്കിൽ RAM അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഇതിന്റെ കീബോർഡ് ഒരു ഓറഞ്ച് ബാക്ക് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഒരു RGB കീബോർഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. മാത്രമല്ല ഓറഞ്ച് പോലെയുള്ള ഡീപ്പ് കളർ നൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് നൽകുന്ന ഒരു കീബോർഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലുക്ക് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ഗെയിമിംഗ് റിവ്യൂസും ഗെയിമിംഗ് സ്ട്രീമിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സും സജഷൻസും കമന്റ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് now signing off. See you in next week same time with a new video. Thanks for watching.